എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നന്ദുവിനെ കൂട്ടി കനകയും ഗോവിന്ദനും കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലേക്ക് വരുവാണ്. പക്ഷെ അതൊന്നും ജലജയ്ക്കൊന്നും ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ജലജയ്ക്ക് മാത്രമല്ല, ജാനയ്ക്കാണെങ്കിലും അജയനാണെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവര് വന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ജാനകി നേരെ അജയന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അജയേട്ടാ, അവളുണ്ടല്ലോ ആ മൊട്ടേച്ചി, അവളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങാനും അനിയായിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഞാനൊന്നും നോക്കത്തില്ല, എന്തേലുമൊക്കെ വിളിച്ചു പറയും. എടി, അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ക്ഷണിച്ചിട്ടാണ് അവര് വന്നതെങ്കിൽ ആര് ക്ഷണിച്ചാലും കുഴപ്പമില്ല. എന്റെ മോനെ തട്ടിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവളുടെ പെണ്ണിനെ ഒരുക്കി കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അല്ല, ആ നവീനുമായിട്ട് നല്ലൊരു ഒന്നാം തന്നെ ആലോചന വന്ന ആ സമയത്ത് എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കണേന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോണ്ട ജാനകി, എന്താണെങ്കിലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല അനിയും നന്ദുവായിട്ട്. പിന്നെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ കൊക്കിന് ജീവനിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാനകിക്ക് കുറച്ചൊരു സമാധാനമായി. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നന്ദുവിനോടും അതുപോലെ കനകയോടും ഗോവിന്ദനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ, നന്ദുവിന് മൊത്തം നല്ല വിഷമം കാണുന്നുണ്ടല്ലോ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞു. കനകയോടും ഗോവിന്ദനോടും പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്, ഞങ്ങൾക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ സമ്മതിക്കുമായിരുന്നെങ്കിൽ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ഞങ്ങളും തയ്യാറായിരുന്നു പറഞ്ഞു. കനകയുടെയും ഗോവിന്ദന്റെയും ഒക്കെ മുഖം മാറി. അപ്പോഴേക്കും കനക പറഞ്ഞു, മൂർത്തി സാറേ, അറിയാലോ ഞങ്ങളുടെ കാര്യം എന്താന്ന്, 2 പെൺമക്കളെ ഇങ്ങോട്ട് അയച്ചു, ഇനി ഒരാളെ കൂടെ അയച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്താ പറയുന്നേ, ഞങ്ങള് സ്വത്തും പണവും മോഹിച്ച് അയച്ചെന്നല്ലേ പറയുള്ളൂ. അത് മാത്രമല്ല, അതൊട്ടും ശരിയാകത്തില്ല. അനിയുടെ അമ്മയ്ക്ക് നന്ദുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഇനി ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശനൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഭയങ്കര സങ്കടമായി. അതുപോലെ തന്നെ നന്ദുവിനും ഒരു പക്ഷേ അച്ഛനും അമ്മയും കൂടെ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോയില്ലായിരുന്നു. അപ്പോഴേക്കും നവ്യെ അതുപോലെ തന്നെ നയനയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം നവ്യ പറഞ്ഞു, അമ്മേ, അറിയാലോ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, മോളുടെ കാര്യങ്ങൾ നോക്കി നിന്നാൽ മതി, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് കനകയോടും ഗോവിന്ദനോടും ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇവിടെ ആര് വരണമെന്ന് തീരുമാനിക്കുന്നേ, ഞാൻ ക്ഷണിച്ചിട്ടാ വന്നിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നബി അകത്തേക്ക് കയറി അങ്ങോട്ട് പോയി. ജലജ പറഞ്ഞു, എന്തിനാ അച്ഛാ, അവൾക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം അറിയാലോ, അതും പറഞ്ഞോണ്ട് അവളുടെ സ്വന്തം അച്ഛനും അമ്മയെ വന്നിരിക്കുന്നേ എന്നും പറഞ്ഞോണ്ട് ഇവരെ ഞാൻ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഒന്നുമല്ലേലും ജന്മം നൽകിയ അച്ഛനും അമ്മയല്ലേ, അപ്പൊ പിന്നെ നബിക്ക് ഇത്തിരി ബഹുമാനമൊക്കെ കാണിക്കായിരുന്നു. മുത്തശ്ശി അങ്ങ് ദേഷ്യത്തോട് കൂട്ടാണ് പറയണേ. ജലജ പറഞ്ഞു, അത് പിന്നെ അവളുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് ഇവരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താന്ന് ഞാൻ വെളിപ്പെടുത്തണം. കാരണം നിന്റെ മോനാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിന്റെ മോൻ കാരണമാണ് ഇപ്പോൾ അവളൊന്നും വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ദേഷ്യത്തോട് കൂടിയിട്ട് കനക നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മോളോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ജലജ, പക്ഷേ അവളതൊന്നും വിശ്വസിച്ചില്ല. സാരമില്ല, അധികം വൈകാതെ തന്നെ അവളതൊക്കെ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. ജലജയ്ക്ക് അത് കേട്ട് ഇനിയിപ്പോൾ ഒരു ഭയമായി. ദൈവമേ, ഇനി നവിയുടെ മനസ്സെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു മാറ്റുമോ, കാരണം നവിയെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മോൻ്റെ കാര്യം കട്ടപ്പുകയായെന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെ അവർക്കറിയത്തില്ല ഓൾറെഡി അത് നവി അറിഞ്ഞ കാര്യമാണ്, നവി ഇപ്പം പക പോയിക്കൊണ്ടിരിക്കുവാന്ന്. അങ്ങനെ നയനെ അങ്ങോട്ട് വന്ന് കനകയും ഗോവിന്ദനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ മുറിയിലൊക്കെ ഉണ്ടായി, മുറിയിൽ കാണിച്ചു കൊടുത്തു. കുറച്ച് സമയം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷം തന്നെയായിരുന്നു. പക്ഷെ നന്ദുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. നയന് പറഞ്ഞു, നിന്റെ മുഖം എന്താ നന്ദു ഇങ്ങനെ ഇരിക്കണേ, നീ ഒന്ന് സന്തോഷിച്ചേ, ഒന്നല്ലല്ലോ ഓണമല്ലേ, നമ്മളിവിടെ അടിച്ചു പൊളിക്കൂന്ന് പറഞ്ഞു. ചേച്ചി, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഈ അച്ഛനും അമ്മയും നിർബന്ധിച്ചോണ്ടാ. സാരമില്ല, പോട്ടെ മോളെ, എല്ലാവരും കൂടെ ഇവിടെ ആഘോഷിക്കുമ്പോഴല്ലേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് നീ മാത്രം അവിടെയാണെങ്കിൽ അതെങ്ങനെയാ, ഞങ്ങൾക്കൊരു വിഷമമുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു. പിന്നീട് നയനെ പുറത്തേക്ക് വരുമ്പോഴത്തേനും ജലജ അങ്ങോട്ടേക്ക് വരുവാണ്. നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ജാനകിയും കൂടെ വന്നു. കാരണം ഇപ്പം ജാനകിയും ജലജയും എല്ലാം ഒറ്റക്കെട്ടാണല്ലോ. ജലജ വന്നിട്ട് പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയും കൂടെ ആ നന്ദുവും കൂടെ വന്നിട്ടുണ്ടല്ലോ,
നീയൊക്കെ ചേർന്ന് വിളിച്ചു വരുത്തിയതായിരിക്കും അല്ലേ? ജാനകി പറഞ്ഞു. എനിക്ക് ഉറപ്പാ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒത്തുകളിയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനിയുമായിട്ട് ഒന്നിക്കാനുള്ള പുറപ്പാടാ ഉള്ളെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ വിവാഹം അത് നവീനുമായിട്ടുള്ള വേണം നടത്തിക്കോ, പക്ഷെ നന്ദുവായിട്ടുള്ള വിവാഹം നടത്താമെന്ന് ആരുടെ മനസ്സിൽ ഒരു മോഹവും വേണ്ട. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതല്ലേലും ശരിയാ, എന്റെ മോളുടെ കഴുത്തിൽ താലി അർത്ഥമെന്നും പറഞ്ഞിരുന്നവൻ അനി, എന്നിട്ട് ഒടുവിൽ എന്ത് ചെയ്തു? എന്റെ മോളെ വേണ്ടാന്ന് വെച്ചു. എന്നിട്ടിപ്പം നവീനും നന്ദുവും നമ്മളുടെ വിവാഹമെല്ലാം നടക്കാൻ പോകുന്നേ. ആ സമയത്ത് ഇനിയിപ്പൊ അനിക്ക് വേണമെന്നായിരിക്കും അവന്റെ മനസ്സിലെ ചിന്ത. ദേ ജാനകി, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെ പിന്നെ അറിയാലോ, നിന്റെ മോന്റെ ജീവിതം എപ്പ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ജാനകി പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ജലജെ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന ദേഷ്യത്തോട് കൂടിയിട്ട് ജലജയോട് പറഞ്ഞു, അപ്പച്ചി കൂടുതലൊന്നും പറയണ്ട. അപ്പച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ എനിക്കും ആദർശേണ്ടും നന്നായിട്ടറിയാം. അപ്പച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ജലജ പിന്നെ ഒന്നും മിണ്ടിയില്ല. ജലജയ്ക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ, പക്ഷെ നിന്റെ അനുജത്തി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഹനിയെ കാണാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അവന്റെ പിന്നാലെ നടന്ന് സംസാരിക്കാൻ എങ്ങാനും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. നിന്റെ അനുജത്തിയാണെന്ന് ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്റെ അനുജത്തിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ നിങ്ങളുടെ മകനെ തട്ടിയെടുക്കാൻ വന്നൊന്നുമല്ല. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അങ്ങോട്ട് കയറിപ്പോയി. ജലജ പറഞ്ഞ്, കണ്ടല്ലേ അവളുടെ അഹങ്കാരം. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് അനുസരിച്ചുകൊണ്ടിരിക്കുന്നവളാ. ഇപ്പൊ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, കഴുത്തിന് ചുറ്റും നാക്കാന്ന് പറഞ്ഞു. നാക്കൊക്കെ അവിടെ വെക്കുള്ളൂ, പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ജലജ നബിയുടെ അടുത്തേക്ക് വെല്ലുവാണ്. നബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബി കണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അവരെല്ലാരും കൂടെ ഒറ്റക്കെട്ട, മിക്കവാറും എന്തേലൊക്കെ പറയാ അവര്, നീ അതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. എന്റെ അമ്മയോട് എന്തേലും പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയോട് തിരിച്ചു പറയാൻ ഞാൻ പറഞ്ഞല്ലോ. അമ്മ ഒന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല. പിന്നെ അവരെന്നോട് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ അതൊന്നും ചെവികൊള്ളുകില്ല. എനിക്കറിയാലോ അവരുടെ സ്വഭാവം എന്താന്ന്. എന്റെ അബിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും. ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്റെ അബിയെ എനിക്കറിയാം, അവൻ എന്താ ഏതാന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയ്ക്കൊരു സമാധാനമായി. കുറച്ച് കഴിഞ്ഞപ്പം നന്ദുവും കനയും ഗോവിന്ദനും ഒക്കെ അനഘയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് കനക പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അതെ നയനമോളും നബിമോളും എല്ലാം ഒന്നാ. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ആ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. പിന്നെ മോളുടെ സംസാരശേഷിയും കൂടെ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവില്ലേ എന്ന് ചോദിച്ചു. നന്ദു പറഞ്ഞു, അതെ, അബിക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവനിട്ട് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. അതുകൊണ്ട് അനഘേച്ചി ഇനി പേടിക്കൊന്നും വേണ്ട. അനഘയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിൽ കനയ്ക്കും കോന്നിനും എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാരണം അബി കൊല്ലാൻ ശ്രമിച്ചാലേ മരണത്തോട് മല്ലിടിച്ച് അവിടുന്ന് ജീവിതത്തിലേക്ക് കയറി വന്നിരിക്കുന്ന. അത് മാത്രമല്ല, അബിയുടെ കള്ളത്തരം സംസാരശേഷി കിട്ടിയ ഉടനെ ഇവള് നേർക്ക് നേരെ വിളിച്ചു പറയും. അങ്ങനെ അബിക്കിട്ട് ഏറ്റവും വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തിലുമായിരുന്നു അവര്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനിയുടെ മുറിയിലേക്ക് ജാനകി എല്ലുവാണ്. ജാനകി എന്ന് അനിയെ വിളിച്ചു. എടാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ അമ്മേ? ഇതേ അവള് വന്നിട്ടുണ്ടാ മൊട്ടേച്ചി. നിന്റെ മനസ്സിലൊരു വിചാരം കാണുമായിരിക്കും, അവളുടെ പിന്നാലെ പോകാന്നും അവളെ കല്യാണം കഴിക്കാന്നൊക്കെ. പക്ഷേ അങ്ങനെ എന്തേലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാലേ. അവളോട് സംസാരിക്കാനോ കൊഞ്ചിക്കൊഴയാനോ എങ്ങാനും നീ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, വേറൊരു ജാനകിയായിരിക്കും നീ കാണാൻ പോകുന്നത്. അത് കേട്ടതും ദേഷ്യത്തോട് കൂടിയിട്ട് അവൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ അമ്മേ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ദേ ഞാൻ ആരുടെ പിന്നാലെ ഒന്നും പോകുന്നില്ല. എനിക്ക് ഇച്ചിരി സ്വസ്ഥതയെ സമാധാനം തന്നാ മതി. സ്വസ്ഥതയെ സമാധാനം നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാടാ. അവൾ ഇങ്ങോട്ടേക്ക് വന്നത് പോലും പല കാര്യങ്ങളും സ്വപ്നം കണ്ടുകൊണ്ടാ. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. പറഞ്ഞ മനസ്സിലായാലോ? അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കയറി ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങോട്ട് കയറിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം നന്ദു ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ നവീനും കൂടെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. ഇവരുടെയും ജാനകിയുടെയും ജലജയുടെയും വെല്ലുവിളികളൊക്കെ ആദർശ് പറഞ്ഞു. ആദർശ് നയനയോട് പറഞ്ഞു, അവര് വെല്ലുവിളിക്കട്ടെ. വെല്ലുവിളിക്കുമ്പോഴല്ലേ നമുക്ക് ഇത്തിരിയുടെ ഒരു സുഖം തോന്നുന്നത്. കാരണം ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് നമുക്ക് നന്ദുവിന്റെ അനിയുടെയും കൂടെ വിവാഹം അതിഗംഭീരമായിട്ട് നടത്തണം. എന്താണെങ്കിലും അതിനിയൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഓണാഘോഷത്തിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ അവർ നടത്തുകയാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് നന്ദു അനിയും കൂടെ കാണുന്നുണ്ട്. രണ്ടുപേരുടെ കണ്ണും കണ്ടിയും കൂട്ടുമുട്ടുന്നുണ്ട്.
രണ്ടുപേർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു പരസ്പരം കണ്ടു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീനെ കണ്ടോട് കൂടിയിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കാരണം നവീൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണല്ലോ നന്ദു, തനിക്ക് അവളെ കിട്ടത്തില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, താന് ഇനി ഇതിനകത്തൊന്നും പിന്മാറില്ല. തനിക്ക് നന്ദുവിനെ വേണം എന്നൊരു വാശിയോട് കൂടിയിട്ടാണ് അനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.